ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില ശീലം നിർത്താൻ എളുപ്പമാണെന്ന് നമ്മുടെ മനസ്സ് വിശ്വസിച്ചിട്ടും അത് നിർത്താൻ ശ്രമിച്ചിട്ട് പറ്റാത്തതെന്നും? ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഹാബിറ്റ്? നമ്മൾ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. നല്ല ശീലം വളർത്തുകയാണെങ്കിൽ അത് ജീവിതം മെച്ചപ്പെടുത്തുകയും എന്നാൽ മോശം ശീലം വളർത്തുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതം പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ശീലങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ശീലം നിർത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ യൂസ് ചെയ്ത് റിസൾട്ട് നേടിയ കാര്യമാണ്. ഒരു മോശമായ ശീലവും ഒരു നല്ല ശീലവും വളരാൻ കുറച്ചധികം ദിവസങ്ങളെടുക്കും. എന്നാൽ ഒരു ബാഡ് ഹാബിറ്റ് വളരാനാണ് കുറച്ചുകൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മോശമായ ശീലങ്ങൾ എളുപ്പത്തിൽ ഡോപ്പമിൻ തരും. അതിനാൽ തന്നെ നമ്മൾ മോശമായ ശീലങ്ങൾ തുടരാനും വളരെ എളുപ്പമാണ്. അതായത് ഒരു ബുക്ക് വായിക്കുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ ആനന്ദം തരുന്നത് ഒരു ഫോൺ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ചുറ്റും നിരവധി ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. എന്നാൽ ചോയ്സ് നമ്മുടേതാണ് ഏത് തീരുമാനം എടുക്കണമെന്ന്. എനിക്ക് ഒരുപാട് മോശശീലങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വഴികൾ ട്രൈ ചെയ്തു, ഒരുപാട് വീഡിയോ കണ്ടു, അതൊന്നും വർക്കായില്ല, അതൊക്കെ യൂസായില്ല. അവസാനം ഞാൻ തന്നെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് എങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പഠിച്ചു. അതാണ് ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണ് ആ ശീലം എന്ന് കൃത്യമായി മനസ്സിലാക്കി. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇത് കാരണം ഉണ്ടായി, ഇനി ഉണ്ടാകും എന്ന് കൃത്യമായി കണ്ടെത്തി. അതുണ്ടാകുന്ന സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. ഞാൻ എന്നോട് തന്നെ പറയുന്ന പ്രോമിസുകൾ പാലിച്ചു. ഞാൻ ജീവിതത്തിൽ നിന്ന് ക്യൂ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. എൻ്റെ ജീവിതത്തിൽ ഞാൻ കൃത്യമായിട്ടുള്ള പ്ലാൻസ് ഉണ്ടാക്കി. ചെറിയ ചെറിയ ശീലങ്ങൾ ഞാൻ ജീവിതത്തിൽ കൊണ്ടുവന്നു. റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ. ഞാൻ മനസ്സിലാക്കിയ ഒരു റിയാലിറ്റി ഉണ്ട്. നമ്മളൊരു ശീലം നിർത്താൻ ശ്രമിക്കാൻ നേരം എത്രയൊക്കെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ചുറ്റും ആ ശീലം വീണ്ടും വരാനുള്ള സാഹചര്യങ്ങൾ കൃത്യമായിട്ടുണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു ടെസ്റ്റായിട്ടാണ്. ഈ ടെസ്റ്റ് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഹാബിറ്റ് തിരിച്ചു വരത്തില്ല.